കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഭരണം നഷ്ടപ്പെട്ട അധികാര ദുർമോഹികളുടെ ഗൂഢശ്രമങ്ങളാണെന്ന് ദേശാഭിമാനിയിൽ മുഖപ്രസംഗം. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെതിരെയും ആരോഗ്യവകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷത്തു നിന്ന് ഉയരുന്നത്. കോട്ടയത്ത് കെട്ടിടം ഇടിഞ്ഞു വീണ ശേഷമല്ല ആരോഗ്യരംഗത്തെക്കുറിച്ച് പ്രതിപക്ഷം വിമർശിക്കാൻ തുടങ്ങിയതെന്ന് വി ഡി സതീശൻ പറഞ്ഞു. പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമായതിനാൽ ആരും അവിടെയില്ലെന്ന് മന്ത്രിമാർ പറഞ്ഞതിനാലാണ് രക്ഷാപ്രവർത്തനം വൈകിയതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. അവിടെ അടച്ചിട്ട സ്ഥലമാണ്, അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല. അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്, ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്? ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണതിന് ശേഷമാണോ ആരോഗ്യരംഗത്തെക്കുറിച്ച് ഞങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയത്? വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങണമായിരുന്നുവെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേട് പരിഹരിച്ചിട്ട് വേണമായിരുന്നു അദ്ദേഹം പോകാൻ. കുറഞ്ഞ രീതിയിൽ മന്ത്രി വീണ ജോർജിന്റെ രാജിയെങ്കിലും വാങ്ങിച്ചിട്ട് പോയിരുന്നെങ്കിൽ നമുക്കതിനെ ന്യായീകരിക്കാൻ കഴിയുമായിരുന്നു. ആരോഗ്യവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയുമുള്ള പ്രതിഷേധം രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. ആരോഗ്യവകുപ്പിനെതിരായ പ്രതിഷേധത്തിൽ വിമർശനവുമായി CPIM മുഖപത്രം ദേശാഭിമാനി മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു. കോട്ടയത്തെ അപകടം മാധ്യമങ്ങൾ പെരുപ്പിച്ചു കാണിച്ചു. ആരോഗ്യമേഖല വെന്റിലേറ്ററിലാണെന്ന് വരുത്തി തീർക്കുവാനുള്ള പ്രചരണം നടക്കുന്നുവെന്നും മരണവ്യാപാരികളുടെ ആഭാസ നൃത്തം കേരളത്തിലെ പ്രബുദ്ധ ജനത നിരാകരിക്കുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. 24 തിരുവനന്തപുരം.